ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ CS റാങ്ക് പുഷിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ആരാണ് ജയിക്കുക, അതുപോലെ നമ്മൾ തോക്കോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും നോക്കാം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോട്ട് പോവാം. ഗൈസ്, ഒരൊറ്റ മിനിറ്റ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കില്ലല്ലോ അല്ലേ? എന്നാൽ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ G18 ആണ് എടുത്തേക്കുന്നത്. ഗണ്ണൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ 2 പേര് നോക്കായി. ഇത് നോക്കണേ, നമ്മൾ 3 പേര് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുത്തൻ അവിടെ ചുമ്മാ നിന്ന് റിവൈവ് ചെയ്യാൻ നോക്കുന്നു. പിന്നെ അവനും കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത് ഞങ്ങളിതേ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഫിനിഷ് ചെയ്തതേ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്. ആഹാ, എന്തൊരു സന്തോഷം. ഇനി അടുത്ത റൗണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വേഗം തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് മാസ്റ്റർ അടിക്കാൻ പറ്റിയേനെ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ക്യാപ്ഷൻ കൊടുത്തിരുന്നത് നമ്മൾ ഈ ഒരു സീസൺ എന്തായാലും നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കും എന്നാണ്. പക്ഷേ ഇനി ഈ സീസൺ അധികം ഇല്ല. മാത്രമല്ല ഗൈസ്, മാസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള കാര്യം ഞാൻ മറന്നും പോയി, സത്യം അതാണ്. അപ്പോൾ ഈ ഒരു സീസൺ എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ മാസ്റ്റർ അടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ റാങ്ക് പുഷിങ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതായാലും മാസ്റ്റർ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ദേ അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോൾ നമ്മൾ MP5 ഒക്കെ എടുത്തുകൊണ്ട് മേളിലോട്ട് കയറി വന്നിട്ടുണ്ട് ഗൈസ്. ബാക്കി എല്ലാവരും ഇറങ്ങി കളിക്കുവാണ്, ഞാൻ മാത്രമാണ് ഇവിടെ മേളിൽ നിൽക്കുന്നത്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഒരാൾ ഇതേ പതുക്കെ പോയി നോക്കായി ഫിനിഷൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പതുക്കെ ഇറങ്ങി കളിക്കുവാണ് നമ്മുടെ ടീംമേറ്റ്സിന് സപ്പോർട്ടായിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും അടുത്ത ഒരു എനിമിയും പോയി നോക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുത്തന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തെങ്കിലും അവൻ കവർ എടുത്തു ആ ഗ്ലൂ വാളിൻ്റെ പുറകിൽ ചെന്നിട്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു ടീംമേറ്റിനെയും പോയി നോക്ക് ചെയ്തിട്ടുണ്ട് അവൻ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 2 ടീംമേറ്റ്സ് നോക്ക് ഗൈസ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിമീനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്, അത് കിട്ടുന്നുമുണ്ട്. പക്ഷേ എനിക്ക് അതിലിരട്ടി ഡാമേജ് ഇങ്ങോട്ടേക്കും കിട്ടി. പിന്നെ വേഗം തന്നെ നമ്മൾ മെഡിക്കിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ എടുക്കാൻ പോവുകയാണ്. പിന്നെ സോൺ ഷ്രിങ്കായി വരുന്നുണ്ട്. അതിനു മുമ്പ് വേഗം തന്നെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്യുവാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഇനി നമ്മൾ ഒരാളും കൂടെ ഉള്ളൂ ലൈവായിട്ട്. അപ്പുറയാണെങ്കിൽ 2 പേരുണ്ട്. പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്തായാലും അറിയില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇങ്ങോട്ടേക്ക് കയറാൻ തോന്നി ഞാൻ കയറി ഗൈസ്. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ എനിമീസ് പതുക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരുത്തനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തവൻ അവനെ റിവൈവ് ചെയ്യാനായിട്ട് പോയ സമയം കൊണ്ട് ആ ഗ്ലൂ വാളൊക്കെ പൊട്ടിച്ച് അവനെ അടിച്ച് ഹെഡൊക്കെ കൊടുത്ത് നോക്ക് ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം അടിച്ച ഹെഡല്ലാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ആ ഒരു വണ്ടിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഹെഡങ്ങ് കയറിയെന്ന് പറയാം. ഓക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ടും വിക്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ സീസൺ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ളവർ നിങ്ങൾ ഏത് റാങ്കിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ അങ്ങനെ 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഗൺ ഇത് മേടിച്ചായിരുന്നോ അതോ ഏതെങ്കിലും ലൂട്ടിൽ നിന്ന് എടുത്താണോ ഇനി ബാക്ക് അടിച്ച് നോക്കേണ്ടി വരും ഗൈസ്. അതൊന്നും നിങ്ങൾ നോക്കിക്കോ വേണേ. അങ്ങനെ എന്തായാലും നമ്മുടെ കയ്യിൽ 2 ഗണ്ണുണ്ട്. അതും പിടിച്ച് നമ്മൾ എനിമീസിനെ നോക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഒരുത്തൻ ചാടിക്കയറി വന്ന് നമ്മുടെ ടീംമേറ്റിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ അവനെ നോക്ക് ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫിനിഷ് ചെയ്തില്ല, ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം ഇവനും കൂടെ ഡെഡായി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഈ 4 പേരെയും ഫിനിഷ് ചെയ്യേണ്ടി വരും. ഒരുത്തനെ മാത്രമാണ് നമ്മൾ നോക്ക് ചെയ്തിപ്പോൾ ഫിനിഷ് എടുത്തേക്കുന്നത്. ബാക്കി 3 പേരും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റൗണ്ട് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാഹചര്യം നമുക്ക് അനുകൂലമായതുകൊണ്ടും നമ്മൾ നമ്മുടെ ടീംമേറ്റിനെ അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ഞാൻ ഈ ഇരിക്കുന്ന സെയിം സ്ഥലത്ത് അപ്പുറേ ആളുണ്ട്, എനിമിയുണ്ട്. അപ്പോൾ അവനെ അടിക്കാൻ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്നും വല്ലതും എനിമി വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൂടെ. പക്ഷേ എനിമീസ് ആരും വരുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഒരുത്തൻ വലിയ കാര്യത്തിൽ കുറേ ഡാമേജ് ഒക്കെ കിട്ടിയെങ്കിലും മേളിലോട്ട് കയറി വന്നു. പിന്നെ വേഗം തന്നെ അവനെ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ടീംമേറ്റ് വേറൊരു എനിമി ബാക്കിൽ നിന്ന് വന്ന ഒരു എനിമിയെ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വന്ന് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അപ്പുറം ഇരുന്ന് അവൻ സ്കോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഹെഡ് തരാനായിട്ട്. അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയ ഞാൻ വേഗം ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ടാണ് പിന്നെ നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ടത്. അത് കഴിഞ്ഞ് അവൻ്റെ നോക്കങ്ങ് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു സമയം കൊണ്ട് എനിമി കയറി വന്നു. നമ്മുടെ ടീംമേറ്റിനെ നോക്ക് ചെയ്ത സമയം കൊണ്ട് കുത്തിപ്പിടിച്ച് അവനെ നമ്മൾ അങ്ങനെ ട്രിപ്പിൾ കില്ലൊക്കെ എടുത്ത് ഫിനിഷ് ചെയ്ത്. അതുപോലെ നമ്മുടെ റൗണ്ട് നമ്മൾ വിക്ടറി അടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 3-0 എന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേരാണ് ഹൈലൈറ്റിൽ വന്നേക്കുന്നതും. അത് പ്രത്യേകം പിന്നെ എടുത്ത് പറയണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഗണ്ണും കാര്യങ്ങളും ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. കഴിഞ്ഞ റൗണ്ടിലുണ്ടായിരുന്ന സെയിം ഗണ്ണ് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അങ്ങനെ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ നമ്മൾ ഓടിച്ചാടി പോകുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ടീംമേറ്റ്സും ഒക്കെ ഏകദേശം ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പം ഞാൻ കയറി വന്ന് ഇവിടെ വന്നിരിപ്പുണ്ട്. എന്നിട്ട് എനിമീസ് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുവാണ്.
പിന്നെ നമ്മളിതേ ഇവിടെ ഇരുന്ന് എനിമീസിനെയൊക്കെ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് നോക്കുവാണ് ഏതെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന് വരുന്നുണ്ടോയെന്ന്. നമ്മുടെ 3 പേരും ടീംമേറ്റ്സ് 3 പേരും ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ നോക്കായാലും അടുത്ത ആൾ റിവൈവ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ പിന്നെ ഒന്നുകൂടെ എനിമീസിനെയൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് പതുക്കെ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ കൂട്ടത്തിൽ പോകുന്നത്. ആ ഒരു സമയം കൊണ്ട് സോണ് ഷ്രിങ്കായി വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീംമേറ്റ് ഒരാൾ പോയി നോക്കായി ഗൈസ്. പിന്നെ എനിമീസ് എവിടെ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മേളിൽ കയറി നിന്ന് നോക്കുന്നുണ്ട്. ആദ്യമേ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങറ്റത്ത് 2-3 എനിമീസിനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഡാമേജ് കൊടുത്തിട്ടാണെങ്കിൽ കൊള്ളുന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ നോക്കായ ടീംമേറ്റ്സ് അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് താഴെ പതുക്കെ ഇറങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് അവസാനം സോൺ ഷ്രിങ്കായി വരുന്നത് കണ്ടത് കാരണം നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ മേളിൽ എനിമി ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. എന്നെ അങ്ങനെ അവൻ നോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ട്. ഇനി ഒരുത്തനും കൂടെ അപ്പുറത്തുള്ളൂ. ഇപ്പറയാണെങ്കിൽ 3 പേരുണ്ട്. എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഗൈസ്. അപ്പോൾ ആ ലാസ്റ്റത്തെ എനിമി എവിടെയാണ് ഉള്ളതെന്നൊന്നും നമുക്കറിയാത്ത കാരണം ഞാൻ ഓരോ ടീംമേറ്റിനെ ഇങ്ങനെ മാറ്റി നോക്കുന്നുണ്ട്. ഏതെങ്കിലും ടീംമേറ്റ് കണ്ടോ എനിമിയെ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ ഒരു ടീംമേറ്റും എനിമിയും തമ്മിലുള്ള ഫൈറ്റ് കണ്ടത്. പക്ഷേ ഇവന് നോക്കെടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മുടെ എനിമി ഇവനെ അങ്ങ് ഫിനിഷ് ചെയ്തു അതിന് മുമ്പ്. ഇനി 2 പേരുണ്ട് ഇപ്പുറത്ത്. അപ്പോൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വിക്ടറി അടിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു ടീംമേറ്റ് അവനെയും ഫിനിഷ് ചെയ്ത് നമ്മുടെ റൗണ്ട് ബൂയി അടുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. സന്തോഷമായി. അപ്പോൾ ഉറക്കപ്പിച്ച് വോയിസ് ഓവർ കൊടുത്തേക്കുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.